ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്വിസിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാവുന്ന ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശാവ് വിവാഹം ചെയ്ത ഇസ്മായേലിൻ്റെ പുത്രിയുടെ പേരെന്ത്? മഹലത്ത് എന്നായിരുന്നു. അടുത്ത ചോദ്യം, ആൾമാറാട്ടം നടത്തിയ പ്രഥമ വ്യക്തി ആര്? യാക്കോബായിരുന്നു ആൾമാറാട്ടം നടത്തിയത്. അടുത്ത ചോദ്യം, മഹലത്തിൻ്റെ സഹോദരൻ ആര്? നബായോത്ത് ആയിരുന്നു. യാക്കോബ് എവിടെ നിന്നുമാണ് ഹാരാനിലേക്ക് പോയത്? അതിൻ്റെ ഉത്തരം ബെർഷേബയിൽ നിന്ന് ആയിരുന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ആര്? യാക്കോബായിരുന്നു അങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലത്തിന് വിളിച്ച പേര് എന്ത്? ബഥേൽ എന്നായിരുന്നു യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, തലയണയായി വെച്ചിരുന്ന കല്ലിനെ അഭിഷേകം ചെയ്തവൻ ആര്? യാക്കോബായിരുന്നു. അടുത്ത ചോദ്യം, ബഥേലിൻ്റെ ആദ്യത്തെ പേര് എന്ത്? ലൂസ് എന്നായിരുന്നു ബഥേലിൻ്റെ ആദ്യത്തെ പേര്. ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നീ എനിക്ക് തരുന്ന സകലത്തിലും ദശാംശം തരും എന്ന് പറഞ്ഞത് ആര്? അടുത്ത ചോദ്യം, സ്വർഗത്തോളം എത്തുന്ന ഗോവണി സ്വപ്നം കണ്ടത് ആര്? മാതുല പുത്രിയെ ചുംബിച്ചു പൊട്ടിക്കരഞ്ഞവൻ ആര്? അടുത്ത ചോദ്യം, ലാബാന്റെ ആടിനെ മേയിച്ചിരുന്നത് ആര്? അടുത്ത ചോദ്യം, ശോഭ കുറഞ്ഞ കണ്ണുള്ളവൾ ആരായിരുന്നു? അടുത്ത ചോദ്യം, ലാബാന്റെ പുത്രിമാരുടെ പേര് എന്ത്? അടുത്ത ചോദ്യം, അറിയപ്പെടുന്ന ആദ്യത്തെ തൊഴിൽ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് നടന്നത്? അടുത്ത ചോദ്യം, ലാബാന്റെ മൂത്ത മകൾ ആരായിരുന്നു? അടുത്ത ചോദ്യം, സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നവൾ ആര്? അനിയത്തിക്ക് പകരം ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിച്ച വ്യക്തി ആര്? വിവാഹ ദിവസം കബളിപ്പിക്കപ്പെട്ട ആൾ ആര്? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മെസ്സേജ് ചെയ്യണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.